മിഴിരണ്ടിലും ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീദേവിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷം ലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ ശ്രീദേവി തിരക്കുന്നുണ്ട്. മോളെ ഭർത്താവിനെ പിന്നീട് ഇതുവരെ കണ്ടിട്ടില്ലേ? എൻ്റെ മോൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീധന പ്രശ്നമാണെങ്കിൽ അവൻ പോയി മോളുടെ ഭർത്താവിനോട് സംസാരിക്കും, പൈസയൊക്കെ അവൻ കൊടുത്തോളും എന്നതിനെയൊക്കെ പറ്റി. അന്നേരം അതൊന്നും വേണ്ട, അദ്ദേഹം എനിക്ക് ദൈവത്തെ പോലെയാണ്, വേറൊരു വിവാഹം കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ, എന്നെ പലതവണ ഒരു സ്ഥലങ്ങളിൽ വെച്ച് കണ്ടപ്പോഴും എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തരാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്, ഞാനാണ് അദ്ദേഹത്തിൽ നിന്നും ഒഴിഞ്ഞു പോയത് എന്നൊക്കെ ശ്രീദേവിയോട് ലക്ഷ്മി പറയുന്നുണ്ട്. ഇതേ സമയത്ത് സഞ്ജു ഫോൺ ചെയ്യുകയാണ് ശ്രീദേവിയെ. സ്വാതി പറഞ്ഞപ്പോഴാണ് അമ്മു ആരാണെന്ന് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ശ്രീദേവിയോട് സഞ്ജു സംസാരിക്കുന്നുണ്ട്. അന്നേരം മോൻ അറിഞ്ഞതൊക്കെ ശരിയാണ്, അമ്മു എന്നെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, ഞാൻ അപ്പോഴേ പഴയ പോലെ ആയി എന്ന് സന്തോഷത്തോടു കൂടി ശ്രീദേവി സംസാരിക്കുന്നുണ്ട്. തുടർന്ന് അമ്മുവിന് ഫോൺ കൊടുക്കാൻ പറയുകയാണ് സഞ്ജു. ഹലോ അമ്മൂസ്, എൻ്റെ അമ്മയെ ഇഷ്ടമായോ? ഞങ്ങളൊരു സെർവൻറ്റിനെ പോലെയല്ല അമ്മുവിനെ കാണുന്നത്, സ്വാതിയുടെ സ്ഥാനമാണ് അമ്മുവിനും തരുന്നത്, അമ്മ കൊച്ചു കുട്ടികളെ പോലെയാണ്, ഭക്ഷണവും മരുന്നുമൊക്കെ കഴിക്കാൻ മടിയാണ് എന്നൊക്കെ സഞ്ജു സംസാരിക്കുന്നുണ്ട്. അതേപോലെ തിരിച്ചും സന്തോഷത്തോടു കൂടി സഞ്ജുവിനോട് ലച്ചു സംസാരിക്കുന്നുണ്ട്. പക്ഷേ ലച്ചുവിനത് സഞ്ജു ആണെന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് ശ്രീദേവി ഫോൺ വാങ്ങിച്ചിട്ട് മോൻ അവളോടൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവളെല്ലാം അറിഞ്ഞു ചെയ്തോളും, മോൻ സുഖമായിട്ട് വിശ്രമിച്ചോ എന്ന് പറയുന്നു. അതിനുശേഷം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഇരുവരും ഫോൺ വയ്ക്കുകയാണ്. ഇതേ സമയം ഇവിടെ വന്ന പുതിയ ആളെവിടെയെന്നും പറഞ്ഞ് രാജു അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം അമ്മുവിനെ കണ്ട് ആകെ ഒന്ന് അതിശയിക്കുകയാണ് രാജു. അന്നേരം ഈ കുട്ടിയോ എന്ന് ചോദിക്കുന്നു. അന്നേരം നിനക്ക് ഇവളെ പരിചയമുണ്ടോ എന്ന് ശ്രീദേവി തിരക്കുകയാണ്. അന്നേരം ശ്രീദേവി അമ്മയെ കാറിലെത്തിച്ചത് ഈ കുട്ടിയുടെ വണ്ടിയാണ്, ഇവരാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നൊക്കെ രാജു പറയുന്നു. അന്നേരം അതിലൊന്നും അതിശയിക്കാതെ അമ്മു നിൽക്കുകയാണ്. അമ്മുവിന് രാവിലെ തന്നെ ശ്രീദേവി അമ്മയെ കണ്ടപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. പക്ഷേ ശ്രീദേവിയോട് അമ്മു കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. അന്നേരം സ്നേഹത്തോടു കൂടി ലച്ചുവിൻ്റെ കവിളിൽ തലോടിയിട്ട് ഇവിടെയും നീ എനിക്ക് രക്ഷകയായിട്ട് നീ വന്നോ മോളെ എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി ലച്ചുവിനോട് വീണ്ടും കാര്യങ്ങളൊക്കെ പറയുകയാണ് ശ്രീദേവി. അതെന്താ നേരത്തെ പറയാതിരുന്നതെന്ന് ശ്രീദേവി തിരക്കുകയാണ്. അന്നേരം ഈ വിവരം അമ്മ ചേച്ചിയോട് പറയണ്ട, ചേച്ചിക്ക് വിഷമമാവും, വിവാഹ നിശ്ചയ സമയത്ത് ഞാനവിടെ ഉണ്ടാകരുതെന്ന് ചേച്ചിയുടെ അമ്മ പറഞ്ഞിരുന്നു, അതിനാലാണ് ഞാൻ മാറി നിന്നതും നിശ്ചയത്തിന് വരാതിരുന്നതും, അങ്ങനെ വരുമ്പോഴാണ് അമ്മയെ അവിടെ കണ്ടതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രീദേവിയോട് ലച്ചു പറയുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയമേ ഞാൻ എത്താവൂ എന്ന് അമ്മ പറഞ്ഞിരുന്നപ്പോൾ അത് കഴിഞ്ഞ് എത്താവൂ എന്ന് ഞാനും തീരുമാനിച്ചിരുന്നതാണ്, പക്ഷെ ഞാൻ പുറപ്പെട്ടപ്പോൾ നേരത്തെ ആയിപ്പോയി, ആ വരുന്ന വഴിക്കാണ് അമ്മയെ കണ്ടത്. അതിനുശേഷം ഞാൻ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞാൽ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് എന്താ വിവാഹ നിശ്ചയത്തിന് എത്താത്തതെന്ന് സ്വാതി ചേച്ചി തിരക്കും. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും കാഞ്ചനയമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും സ്വാതി ചേച്ചിയോട് പറയണ്ട എന്ന് ലക്ഷ്മി ശ്രീദേവിയോടും രാജുവിനോടും പറയുകയാണ്. തുടർന്ന് കാഞ്ചന എന്തിനാ നിന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ശ്രീദേവി തിരക്കുന്നുണ്ട്. തുടർന്ന് അമ്മ പറയുകയാണ്, താലി കഴുത്തിലിട്ട് ഭർത്താവില്ലാതെ കഴിയുന്ന നീ ഒരു അപശകുനമാണ്, അപ്പോൾ എൻ്റെ മകളുടെ മംഗളകർമ്മത്തിൽ നീ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ കാഞ്ചന സംസാരിച്ചതും കാഞ്ചനയ്ക്ക് അമ്മുവിനെ ഇഷ്ടമല്ലാത്തതും ഒക്കെ കാരണങ്ങളൊക്കെ ലച്ചു ശ്രീദേവിയോട് പറയുന്നുണ്ട്. അമ്മുവിൻ്റെ ആ സങ്കടം കണ്ട് അമ്മുവിനെ ചേർത്ത് പിടിച്ച് ശ്രീദേവി ചോദിക്കുകയാണ്, നീയാണോ അപശകുനം? നീ ഒരു ദേവതയാണ്, നിന്നെ ഞാൻ ആദ്യമേ കണ്ടപ്പോഴേ നീയും ഞാനുമായിട്ട് എന്തോ മുൻജന്മ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതിയതാണ്, നിന്നെ എനിക്ക് വേണം, 2 വട്ടം നീ എൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ എന്നും പറഞ്ഞ് അമ്മുവിനെ ചേർത്ത് പിടിക്കുകയാണ് ശ്രീദേവി. നിന്നെ എനിക്ക് വേണം, നീ എനിക്ക് ജനിക്കാതെ പോയ മകളാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്രീദേവി. ഇവരുടെ സന്തോഷമൊക്കെ കണ്ട് അങ്ങ് ചിരിച്ചു നിൽക്കുകയാണ് അടുത്ത് തന്നെ രാജുവും. തുടർന്ന് പിറ്റേന്ന് രാവിലെ അടുക്കളയിൽ ചായയൊക്കെ ഇടുന്ന കാവേരിയുടെ അടുത്തേക്ക് അമ്മ വരുന്നുണ്ട്. അന്നേരം അമ്മുവിൻ്റെ കഥയൊക്കെ ഞാൻ അറിഞ്ഞു, ചില ഭർത്താക്കന്മാർ ഇങ്ങനെയാണ്, ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ് എന്നൊക്കെ കാവേരി സംസാരിക്കുന്നുണ്ട്. അന്നേരം ഒരാൾ നമുക്കുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ ഞാനങ്ങ് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അടുക്കള ജോലിക്ക് ആരും ഇല്ലേ എന്നൊക്കെ ലക്ഷ്മി തിരക്കുന്നുണ്ട്. തുടർന്ന് അമ്മയ്ക്കത് ഇഷ്ടമില്ല, പുറം പണിക്ക് ആളിനെ നിർത്തിയിട്ടുണ്ട്, എന്നാൽ ഞാനും സഹായിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി. അന്നേരം ഏട്ടത്തിയെ സഹായിക്കാൻ വന്നതല്ലേ, അപ്പോൾ സ്വാതി എന്നെ ശരിയാക്കും, അവൾ വഴക്ക് പറയും എന്നൊക്കെ കാവേരി പറയുന്നുണ്ട്. അന്നേരം അതൊന്നും സാരമില്ല, ഞാൻ അവിടെയും കിച്ചണിൽ കയറാറുണ്ട്, ഞാനും സഹായിക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് എങ്കിൽ ഈ ചായയൊക്കെ ഏട്ടത്തിക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞ് ശ്രീദേവിക്കുള്ള ചായ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് കാവേരി. ലക്ഷ്മി പോയ ശേഷം കാവേരി ചിന്തിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ അങ്ങോട്ട് പറയും എന്ന് ചിന്തിച്ചിരുന്ന കാര്യം അവളായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അപ്പോൾ എനിക്കൊരു സഹായമായി എന്ന് ആശ്വസിക്കുകയാണ് കാവേരി.
തുടർന്ന് ദിനേശന് ചായ കൊണ്ടു കൊടുത്ത ശേഷം കാവേരി രാവിലെ എങ്ങോട്ടാണെന്നൊക്കെ തിരക്കുന്നുണ്ട്. അതേസമയം നിന്നെ കെട്ടി ഒരുങ്ങിക്കൊണ്ട് ചെല്ലാനായിട്ട് പറ്റുന്ന സ്ഥലമല്ല, ഞാൻ വർക്ക് സൈറ്റിലേക്കാണ് പോകുന്നത്, ജോലിക്ക് വന്ന പെണ്ണ് എങ്ങനെയുണ്ട് എന്നൊക്കെ ദിനേശൻ തിരക്കുന്നുണ്ട്. അന്നേരം കണ്ടാൽ തന്നെ അറിയാം നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണെന്ന് കാവേരി പറയുന്നുണ്ട്. എനിക്കുമൊരു സഹായമാകും, കിച്ചണിൽ കയറാമെന്നും അവൾ സമ്മതിച്ചിട്ടുണ്ടെന്നും കാവേരി പറയുകയാണ്. അന്നേരം അവളെ ഇങ്ങോട്ട് വിളിക്ക്, വൃത്തിയും വെടിപ്പുമൊക്കെ ഉള്ളത് തന്നെയോ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ദിനേശൻ കണ്ടുപിടിക്കും എന്ന് പറയുകയാണ്. അന്നേരം വേണമെങ്കിൽ പോയി നോക്ക്, ഏട്ടത്തിയുടെ മുറിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേസമയം വല്ല പൊന്നിൻ്റെയും പൊടിയെയും കണക്കൊക്കെ കാണിച്ച് പെണ്ണിനെ ഒന്ന് വളച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് ദിനേശൻ. ഇതേസമയം ശ്രീദേവിക്ക് ചായയൊക്കെ കൊണ്ടു കൊടുത്ത് പുറത്തിരുന്ന് ലക്ഷ്മി സംസാരിക്കുമ്പോഴേക്കും അത് കവിത വന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് കവിത ശ്രീദേവിയുടെ മുറിയിലേക്ക് ചെന്നിട്ട് ശ്രീദേവി കഴിക്കുന്ന മരുന്ന് കുപ്പിയിലേക്ക് കവിത കൊണ്ടുവന്ന വേറൊരു മരുന്ന് ഒഴിക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് കുലുക്കി വച്ച ശേഷം കവിത ആ റൂമിൽ നിന്ന് മാറുന്നു. ഇതേസമയം ചായ കുടിച്ച ശ്രീദേവിക്ക് നന്നായിട്ട് ചുമ വരുന്നുണ്ട്. അതേസമയം അന്നേരം കുറേ ദിവസമായി ഒരേ കിടപ്പല്ലായിരുന്നു, അപ്പോൾ ചുമ ഇടയ്ക്ക് വരുന്നുണ്ട്, നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ലക്ഷ്മിയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് ശ്രീദേവി. തുടർന്ന് ശ്രീദേവിയെ കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട് ലക്ഷ്മി. അന്നേരം നന്നായിട്ട് ചുമയ്ക്കുകയാണ് ശ്രീദേവിക്ക്. അന്നേരം ഞാൻ ചായക്കപ്പ് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് ചായക്കപ്പ് എടുക്കാനായിട്ട് ലക്ഷ്മി പോവുകയാണ്. അന്നേരം നന്നായിട്ട് ചുമയ്ക്കുകയും ശ്വാസം മുട്ടുകയും ഒക്കെ ചെയ്യുന്ന ശ്രീദേവി മോളെ അമ്മൂന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. തിരികെ ചായക്കപ്പുമായിട്ട് വന്ന ലക്ഷ്മി അയ്യോ അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മയെ രക്ഷിക്കണേ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ശ്രീദേവി ആ മരുന്നിങ് എടുക്കാനായിട്ട് പറയുകയാണ്. തുടർന്ന് ശ്രീദേവിയെ ശ്രദ്ധിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്ന് ലക്ഷ്മി മരുന്നെടുക്കുമ്പോൾ അതങ്ങ് കൈതട്ടി താഴെ വീണ് ഉടയുകയാണ് ആ കുപ്പി. മരുന്ന് താഴെ വീണ് കുപ്പി ഉടയുന്നത് കണ്ട് ആകെ പേടിക്കുകയാണ് ലക്ഷ്മി. ഈശ്വര, അമ്മയ്ക്ക് അസുഖം തുടങ്ങിയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു പാപിയാണല്ലോ ദൈവമേ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ലക്ഷ്മി നിൽക്കുമ്പോൾ അത് സാരമില്ല, അതേ താഴെ ഡ്രോയറിൽ പുതിയ ബോട്ടിലിരിപ്പുണ്ട്, അതിങ്ങെടുക്കാനായിട്ട് ശ്രീദേവി പറയുകയാണ്. തുടർന്ന് മരുന്ന് കുടിക്കുന്ന ശ്രീദേവിക്ക് പെട്ടെന്ന് ആശ്വാസം വരികയാണ്. തുടർന്ന് ലക്ഷ്മിയോട് ശ്രീദേവി പറയുന്നുണ്ട്, മോളാ ചില്ലൊക്കെ അങ്ങ് പറക്കി കളഞ്ഞേക്ക്, ഞാൻ രാജുവിനെ വിട്ട് വേറൊരു കുപ്പി പുതിയത് വാങ്ങിച്ചോളാന്ന്. അങ്ങനെ ലക്ഷ്മി ആ ചില്ലും മരുന്നുമൊക്കെ അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതേസമയം താഴെ ശ്രീദേവി ആ മരുന്ന് കുടിച്ചു കാണുമോ എന്നൊക്കെ ആകെ ടെൻഷൻ നിൽക്കുന്ന കവിത ലക്ഷ്മി ഈ ചവറുകോരിയിൽ ചില്ലൊക്കെ ആയിട്ട് താഴേക്ക് വരുന്നത് കാണുന്നുണ്ട്. അന്നേരം ഇതെന്താ സംഭവിച്ചെന്ന് തിരക്കുമ്പോൾ ഞാൻ മരുന്നെടുക്കുന്ന വെപ്രാളത്തിൽ താഴെ വീണ് പൊട്ടിപ്പോയി എന്ന് പറയുന്നു. അന്നേരം ഇത് ഉപയോഗിച്ചില്ലേ എന്നും പറഞ്ഞ് ടെൻഷൻ ആകുന്നുണ്ട് കവിത. അന്നേരം ഇല്ല, എൻ്റെ കൈതട്ടിയാണ് താഴെ വീണതെന്നും പറഞ്ഞ് അമ്മ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം നീ ഇവിടെ വന്നത് ഓരോന്ന് നശിപ്പിക്കാനാണോ, കൊണ്ടുപോയി കളയടി, ചെയ്ത ഉപകാരമൊക്കെ മതി, കൊണ്ടുപോടി എന്നും പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അമ്മുവിനെ കവിത. അന്നേരം കവിതയ്ക്ക് തൻ്റെ ഉദ്ദേശം നടക്കാതിരുന്നതിലുള്ള ആ ദേഷ്യം അമ്മുവിനോട് കാണിക്കുന്നുണ്ട്. തുടർന്ന് തിരികെ റൂമിലേക്ക് വരുന്ന അമ്മു ശ്രീദേവി കാണാതെ വിഷമിക്കുന്നുണ്ട്. അന്നേരം ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് ഇറങ്ങി വന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഉണ്ടെന്ന് ശ്രീദേവി പറയുകയാണ്. മോള് വിഷമിച്ചു പോയോ, എനിക്കിതൊക്കെ പതിവ് തന്നെയാണ്, പിന്നെ മോളിത് ശ്രീകുട്ടിയോട് പറയണ്ട, ശ്രീകുട്ടി അറിഞ്ഞാൽ പിന്നെ അവനോട് വിളിച്ചു പറയും, പിന്നെ അവൻ അടുത്ത ഫ്ലൈറ്റിന് വരും എന്നൊക്കെ ശ്രീദേവി പറയുന്നുണ്ട്. തുടർന്ന് അമ്മുവിൻ്റെ കൈ ശ്രദ്ധിച്ചിട്ട് ഇതെന്താ കൈ നീലിച്ചിരിക്കുന്നതെന്ന് ശ്രീദേവി ചോദിക്കുകയാണ്. അന്നേരം ആ മരുന്നിൻ്റെ ആണെന്ന് അമ്മ പറയുന്നുണ്ട്. അന്നേരം ആ മരുന്നിൽ നീല കളർ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി എന്തോ ചിന്തിക്കുന്നുണ്ട്. അന്നേരം ലക്ഷ്മി എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശ്രീദേവി പറഞ്ഞിട്ടുണ്ട്, ആ മരുന്നിൽ എന്തോ കെമിക്കൽ കലർന്നിട്ടുണ്ട്, മോളുടെ കൈ തട്ടി ആ മരുന്ന് താഴെ വീണത് എൻ്റെ ഭാഗ്യമാണ്, അതുകൊണ്ട് ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് ശ്രീദേവി എന്തോ മനസ്സിലാക്കിയതുപോലെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പിടഞ്ഞു തീർന്നേനെ, നീ ഒരു വട്ടം കൂടി എൻ്റെ ജീവൻ രക്ഷിച്ചു, ആ കുപ്പിയിലുണ്ടായിരുന്നത് കൊടും വിഷമാണ് എന്നൊക്കെ ശ്രീദേവി പറയുന്നുണ്ട്. അന്നേരം അമ്മ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ ശ്രീദേവി ചോദിക്കുകയാണ്, മോൾ എങ്ങനെയാണ് ഓരോ തവണയും എന്നെ വന്ന് രക്ഷിക്കുന്നത്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞ് അതിശയത്തോടു കൂടി അമ്മുവിനെ നോക്കിയിരിക്കുകയാണ് ശ്രീദേവി. ഞാനും നീയുമായിട്ടുള്ള ബന്ധം എന്താണ്, നിൻ്റെ കഥകളൊക്കെ എന്നോട് പറ, എനിക്കത് അറിയണം എന്ന് ശ്രീദേവി പറയുകയാണ്. അന്നേരം എനിക്കൊന്നും അറിയില്ല, എന്നെ പ്രസവിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചതാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു, അമ്മയെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല, പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഇപ്പം അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ മുഖമാണ് ഓർമ്മ വരുന്നതെന്ന് ശ്രീദേവിയെ നോക്കി ലക്ഷ്മി പറയുന്നുണ്ട്.
അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴും റോഡിൽ വെച്ച് കണ്ടപ്പോഴും എൻ്റെ അമ്മയാണിതെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി എന്ന് ലക്ഷ്മി പറയുന്നു. അന്നേരം നീ ആരോടും പറയാത്ത കഥ എന്നോട് പറയ്, നീ ആരാണെന്ന് എനിക്കറിയണമെന്ന് ശ്രീദേവി ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എല്ലാം പറയാം, പക്ഷേ അതിനൊരു സമയമുണ്ട്, ആ സമയമാകുന്നത് വരെ അമ്മ എന്നോടൊന്നും ചോദിക്കരുതെന്ന് ലക്ഷ്മി ശ്രീദേവിയോട് പറയുകയാണ്. അത് ശ്രീദേവി സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതേസമയം താഴെ അമ്മുവിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുകയാണ് മുത്തശ്ശിയും മുത്തശ്ശനുമൊക്കെ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി കാഞ്ചനെ അങ്ങോട്ട് വിടണ്ട, എല്ലാ കറികളും നന്നായിട്ട് വെച്ചുണ്ടാക്കാനൊക്കെ അറിയാം, കാവേരിക്കും അതൊരു സഹായമാകും എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. അന്നേരം അവളുടെ ഭർത്താവിനെക്കുറിച്ച് വല്ല വിവരവും ഉണ്ടോ എന്ന് മുത്തശ്ശൻ തിരക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടുവന്ന കവിത പറയുകയാണ്, അതുതന്നെയാണ് വല്യേച്ചിയും പറയുന്നത്. അവളുടെ ഭർത്താവിനെയും വല്ല തെമ്മാടിയോ മോഷണ കുറ്റക്കാരനോ കൊലപാതകയോ വല്ലതും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ അമ്മുവിനെ ഇഷ്ടമല്ലാത്ത തരത്തിൽ കവിത സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കേട്ടിട്ട് നിനക്ക് അമ്മുവിനെ ബോധ്യമായില്ല എന്ന് തോന്നുന്നല്ലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, എനിക്കിഷ്ടമായില്ല. പിന്നെ ഈ വീട്ടിൽ എനിക്ക് വലിയ വോയിസ് ഒന്നുമില്ലല്ലോ, ഭാവി മരുമകൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയതല്ലേ, അതിനവൻ സമ്മതവും കൊടുത്തു, പിന്നെ ഇനി ഞാൻ എന്ത് അഭിപ്രായം പറയാനാന്ന് കവിത പറയുകയാണ്. ഒരു സാധു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് മുത്തശ്ശിയും അവളൊരു പാവമാണ്, ഇവിടെ നിന്നോട്ടെ എന്ന് കാവേരിയും പറയുകയാണ്. അന്നേരം അടുക്കള പണിക്ക് നിനക്കൊരു ആളെ കിട്ടിയതിനുള്ള സന്തോഷമല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കവിത പറയുകയാണ്. ഇത് കേട്ടിട്ട് നിന്റെ മാർഗത്തിൽ അവളൊരു തടസ്സവുമായിട്ടും വരുന്നില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അന്നേരം ഇതാദ്യമേ എനിക്കൊരു കല്ലുകടിയായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്ന് എല്ലാവരെയും നോക്കി പറഞ്ഞിട്ട് കവിത എവിടെ നിന്നും പോവുകയാണ്. അല്ലേലും കവിതയ്ക്ക് ആരെയും ഇഷ്ടമല്ലല്ലോ, എല്ലാവരെയും സംശയത്തോടെ നോക്കുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുകയാണ്, ആരെന്തൊക്കെ പറഞ്ഞാലും ശ്രീദേവി സഞ്ജു വരുന്നത് വരെ അവൾ എന്തായാലും ശ്രീദേവിയുടെ അടുത്ത് തന്നെ ഉണ്ടാകും, പിന്നെ അവളെ പറഞ്ഞു വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സഞ്ജു ആണെന്ന്. ഞാൻ എന്തായാലും അവളെ അടുക്കളയിലേക്ക് കൂട്ടാൻ പോവുകയാണെന്ന് അന്നേരം കാവേരിയും പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഗൗതമിനോടൊപ്പം കാറിൽ പോകുന്ന കവിത തൻ്റെ ശ്രമം പാളിപ്പോയത് പറയുകയാണ്. വേദന കൊണ്ട് പിടയുന്ന മരണവെപ്രാളം കൊണ്ട് പിടയുന്ന ശ്രീദേവിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മരുന്ന് ബോട്ടിൽ മാറ്റാമെന്നാണ് ഞാൻ കരുതിയത്, എല്ലാം ഒരു പൊട്ടിപ്പെണ്ണ് കാരണം താറുമാറായി, അത് നടന്നില്ല എന്നൊക്കെ കവിത പറയുന്നുണ്ട്. അന്നേരം ശ്രീദേവിയെ കൊണ്ടിപ്പോൾ എന്ത് ശല്യമാണുള്ളത്, അവളങ്ങ് കാലം കഴിച്ചു പൊയ്ക്കോട്ടെ എന്ന് ഗൗതം പറയുന്നുണ്ട്. പണമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും ഞാനും വല്യേച്ചിയും നമ്മുടെ മനസ്സിൽ കൊണ്ടുകിടന്ന പകയും കൂടി നമുക്ക് മുഖ്യമാണ്, അതും നേടണം എന്ന് കവിത പറയുകയാണ്. മംഗലശ്ശേരി വീട്ടിലെ ശ്രീദേവി എന്ന അകത്തമ്മയെ എനിക്ക് ഇല്ലാതാക്കി തീർക്കണം എന്നൊക്കെ ശ്രീദേവിയോടുള്ള പ്രതികാരത്തെപ്പറ്റി ഗൗതമിനോട് സംസാരിക്കുകയാണ് കാറിലിരുന്ന് കവിത. തുടർന്ന് സഞ്ജുവിന് ശ്രീദേവിയോടുള്ള സ്നേഹത്തെപ്പറ്റിയും പറയുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടി 300 കോടിയുടെ ബിസിനസ് വേണ്ടാന്ന് പറഞ്ഞവനാണ് അവൻ, അമ്മ കഴിഞ്ഞേ കെട്ടാൻ പോകുന്ന പെണ്ണിന് സ്ഥാനമുള്ളൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ അവൻ്റെ അമ്മയെ ഇല്ലാതാക്കിയാൽ അവനെല്ലാം അവസാനിപ്പിക്കും എന്നൊക്കെ കവിത സംസാരിക്കുകയാണ് ഗൗതമിനോട്. ഇതേസമയം വീട്ടിൽ ലക്ഷ്മി ഉണ്ടാക്കിയ കറി കൊണ്ടുവന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് മുത്തശ്ശന് കൊടുക്കുകയാണ് മുത്തശ്ശി. അന്നേരം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൊള്ളാൻ നന്നായിട്ടുണ്ട്, ഇവിടെ നിന്ന് തന്നെ ഞാൻ മണം പിടിച്ചു എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അന്നേരം ഇത്ര ചെറുപ്രായത്തിൽ അവൾക്ക് ഇത്രയും കൈപ്പുണ്യം എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, 100 പേര് വന്നാലും ഭക്ഷണം ഉണ്ടാക്കാൻ അവൾ ഒരുത്തി മതിയെന്ന് അമ്മുവിനെക്കുറിച്ച് സന്തോഷത്തോടു കൂടി മുത്തശ്ശനോട് സംസാരിക്കുകയാണ്. അതേസമയം എന്താണ് ഇവിടെ ശാപ്പാട് ചർച്ച എന്നും പറഞ്ഞ് ദിനേശനും വരുന്നുണ്ട്. ഞാൻ കേൾക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, അമ്മുവിൻ്റെ പാചകത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു, ഊണ് കാലത്തിന് മുമ്പേ നീങ്ങി വന്നല്ലോ, നന്നായി എന്ന് മുത്തശ്ശി പറയുകയാണ്. തുടർന്ന് മുത്തശ്ശിനെ അമ്മുവിനെ കണ്ടോ എന്ന് ദിനേശിനോട് തിരക്കുന്നുണ്ട്. ഇല്ല, ഞാൻ രാവിലെ പോയതാണ്, സൈറ്റിലൊക്കെ പോയിരുന്നു, കവിതയെടുത്തി സൈറ്റിലൊന്നും പോകാതെ കറങ്ങി നടക്കുകയല്ലേ, ഞാനിപ്പോൾ എത്തിയതല്ലേ ഉള്ളൂ, അമ്മ എവിടെയെന്ന് ദിനേശൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അവളിപ്പോൾ ശ്രീദേവിക്കുള്ള ഊണുമായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയുകയാണ്. എങ്കിൽ ഞാൻ മോളിൽ പോയി കണ്ടോളാം, സഞ്ജു എന്നെ രാവിലെ വിളിച്ചിരുന്നു, ശ്രീദേവിയിടത്തിൽ പോയി കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ച് പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞിരുന്നു, ഞാൻ പോയി കണ്ടോളാം എന്നും പറഞ്ഞ് മുകളിലേക്ക് ദിനേശൻ പോവുകയാണ്. തുടർന്ന് മുകളിലേക്ക് ദിനേശൻ ചെല്ലുമ്പോൾ റൂമിലിരുന്ന് ശ്രീദേവിക്ക് ഭക്ഷണം കൊടുക്കുന്ന അമ്മുവിനെ കണ്ട് ആകെ ഞെട്ടിയങ്ങ് പിറകോട്ട് മാറുന്നു. പക്ഷേ അമ്മു ദിനേശനെ കാണുന്നില്ല. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, താങ്ക്